നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPLൻ്റെ ഷെഡ്യൂൾ വന്നത് മുതൽ ആരാധകർ വലിയ ആവേശത്തിലാണ്. മാർച്ച് 28 ഉദ്ഘാടന മത്സരം RCB വേഴ്സസ് SRH പോരാട്ടം. മികച്ചൊരു മത്സരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരൊക്കെ ഉള്ളത്. ഈ ഒരു ഘട്ടത്തിൽ RCBക്ക് ആശങ്കയാകുന്ന ചില വാർത്തകൾ വരുന്നുണ്ട്. അതായത് ജോഷ് ഹേസൽവുഡ് സ്റ്റിൽ മെഡിക്കൽ ക്ലിയറൻസ് ലഭിക്കാതിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തുടക്ക മത്സരങ്ങളിലെ പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ ഒരല്പം ആശങ്കയിലാണ്. ഹിന്ദുസ്ഥാൻ ടൈംസ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിടുന്നുണ്ട്. അതിലവർ പറയുന്നത് സോഴ്സസ് ഹാവ് കൺഫേംഡ് ടു ഹിന്ദുസ്ഥാൻ ടൈംസ് ദാറ്റ് ഹേസൽവുഡ് ഈസ് സ്റ്റിൽ awaiting ക്ലിയറൻസ് ഫ്രം ദി മെഡിക്കൽ ടീം ആൻഡ് വിൽ ജോയിൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു സ്കോഡ് ഓൺലി വെൻ ഹി റിസീവ്സ് ദി ഗോ അഹെഡ്. മെഡിക്കൽ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് മെഡിക്കൽ ക്ലിയറൻസ് അദ്ദേഹത്തിന് കിട്ടി, ഗോ അഹെഡ് സിഗ്നൽ കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹം RCB ടീമിനോടൊപ്പം ചേരുകയുള്ളൂ. അദ്ദേഹം സ്റ്റിൽ ട്രീറ്റ്മെൻറ്റിലാണ്. വിശദമായിട്ട് തന്നെ അവർ ആ വാർത്ത കൊടുക്കുന്നുണ്ട്. ഹി സ്റ്റിൽ അണ്ടർ ദി ഫിസിയോ കെയർ ആൻഡ് ഹിസ് പാർട്ടിസിപ്പേഷൻ ദി IPL ഡിപ്പെൻഡ്സ് ഓൺ വെദർ ഹി ഗെറ്റ്സ് ദി ക്ലിയറൻസ് ഓർ നോട്ട്. സ്റ്റിൽ അദ്ദേഹം ഫിസിയോ കെയറിലാണ്. ക്ലിയറൻസ് കിട്ടുമോ ഇല്ലയോ എന്നതിനനുസരിച്ച് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ IPL പാർട്ടിസിപ്പേഷൻ. ഇനിയും ആവശ്യത്തിന് സമയമുണ്ട്. പക്ഷേ ഇതൊരു വെയിറ്റ് ആൻഡ് വാച്ച് സിറ്റുവേഷനാണ് എന്നാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, പോയ സീസണിൽ RCB കിരീടം ചൂടുന്നതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചയാളാണ് ജോഷ് ഹേസൽവുഡ്. അദ്ദേഹം 12 മത്സരങ്ങളിൽ നിന്ന് 22 വിക്കറ്റുകളാണ് പിഴുതെടുത്തത്. ടീമിൻ്റെ കിരീട നേട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തി. സോ അദ്ദേഹം ഇല്ലെങ്കിൽ, തുടക്ക മത്സരങ്ങൾക്കില്ലെങ്കിൽ അത് RCBക്ക് വലിയ രൂപത്തിൽ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതാണ്ട് അതുപോലെ തന്നെയുള്ള ഒരു ഇഷ്യൂലാണ് ഇപ്പോൾ പാറ്റ് കമിൻസും ഉള്ളതെന്ന് പറയേണ്ടി വരും. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റൻ, അദ്ദേഹവും ഓൺ ദി സെയിം ബോട്ടിലാണ്. ഇപ്പോഴും അദ്ദേഹവും ഫിസിയോയുടെ കെയറിലാണുള്ളത്. എൻ്റെ ഓസ്ട്രേലിയൻ സമ്മർ നമ്മൾ കണ്ടതാണല്ലോ. അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് മാനേജ്മെൻറ്റും മറ്റുമൊക്കെ ആയിട്ട് ബാക്ക് ഇഞ്ചുറിയുടെ പ്രശ്നമൊക്കെ ആയിട്ട് അദ്ദേഹം വലയുന്നത്. ആകെ ഒരു ആഷസ് ടെസ്റ്റ് മാത്രമാണ്, അഡലൈഡിലെ ടെസ്റ്റ് മാത്രമാണ് അദ്ദേഹം കളിച്ചത്. സോ ആ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹവും നേരിടുന്നുണ്ട്. ദി ടീം മാനേജ്മെൻറ്റ് ഡിസൈഡഡ് നോട്ട് ടു റിസ്ക് കമിൻസ് ഫോർ ദി റിമൈനിങ് മാച്ചസ്. അങ്ങനെയാണ് അദ്ദേഹം മെൽബണിലെയും സിഡ്നിയിലെയും കളികളൊക്കെ അന്ന് ആഷസ് ടെസ്റ്റിൽ കളിക്കാതെ മാറി നിന്നത്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം പൂർണ്ണമായിട്ടും ഫിറ്റായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ക്ലിയറൻസ് ലഭിക്കാതിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് SRHനും തിരിച്ചടിയായിരിക്കും. സെയിം വിത്ത് പാറ്റ് ആസ് വെൽ. ഹീ ടു ബീയിങ് മോണിറ്റേർഡ് ബൈ ദി ഫിസിയോ എന്നാണ് ഇപ്പോൾ ദി ഹിന്ദുവിൻ്റെ സ്പോർട്സ് വിഭാഗമായിട്ടുള്ള ക്രിക്കറ്റിനോട് അവിടുത്തെ ഒരു സോഴ്സ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉദ്ഘാടന മത്സരം നടക്കുമ്പോൾ രണ്ടു ഭാഗത്തും 2 പ്രമുഖ ഓസീസ് പേസർമാരുണ്ടാവില്ലേ എന്ന ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.